ഞാൻ ഇല്ലാത്ത സമയത്തായിരുന്നു അയാളുടെ വരവ്. അയാളുടെ ഒരു ഇടപെടലും വർത്തമാനം ഇവർക്കാർക്ക് തീരെ ദഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അയാൾ ഒടുക്കത്തെ വെറുപ്പിക്കലായിരുന്നു. അതിന്റെ കൂടി വരവും കൂടെ ആയപ്പോൾ ഇവരും തിരിച്ച് ഓരോന്ന് പറഞ്ഞ ആകെ സംസാരം. ഓപ്ഷൻ എ 75 ലക്ഷം, ഓപ്ഷൻ ബി നാണം കെടുത്തു എന്ന് പറഞ്ഞ അയാളുടെ മുമ്പിലേക്ക് ഇവന്മാരാണ് കൂടെ ചാടി കൊടുത്തു. ഒരംഗം ഹലോ. അതോടുകൂടി കാശ് വേണ്ട, ഓപ്ഷൻ ബി മാത്രം മതി എന്നായി. നമ്മൾ സമ്മതിക്കരുതല്ലോ. ഒരു കാരണവശാൽ അയാൾ എന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ കൂടി അറിയിക്കുന്നതായപ്പോ ഇവരെ കൂടി അങ്ങ് മട്ടം പിടിച്ചു. പിന്നെ അമ്മ ഇടപെട്ടു. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ശശിയേട്ടാ, ഇങ്ങനത്തെ കേസുകൾ നമ്മൾ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. മുതിർന്നവർ തന്നെ മുൻകൈ എടുത്ത് അത് ഒത്തുതീർക്കുന്നതാണ് നല്ലത്. അത് തന്നെയായിരുന്നു നല്ലത്. പക്ഷെ അമ്മയുടെ വരവോടുകൂടി ഇവരെല്ലാം ചേർന്ന് അയാളെ ഇവിടെ ഇട്ട് ഞെക്കിക്കൊന്നു. ഇവിടെ ഇട്ടോ? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികൾ, ഒരു ശവം. എങ്ങനെയും പ്രാർത്ഥിച്ച് രക്ഷപ്പെടാന്ന് വെച്ചാൽ വ്യാജം പോലും ഇല്ലാത്ത ദൈവം. മോനെ, നീ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു. എന്ത് പോംവഴി? എന്തോ വണ്ടി പഞ്ചറായിട്ട് സഹായം ചോദിക്കുന്നവരുണ്ടല്ലോ. സുഭാഷ്, അച്ഛൻ നിന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഈ കാര്യത്തില് നിനക്ക് മാത്രമേ ഞങ്ങൾ സഹായിക്കാൻ പറ്റുള്ളൂ. നിനക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇല്ല സുബു. ശശിടാ, ഞാൻ പറയണതേ ആ ചാക്കൊന്നുകൂടി വലുതാക്കാം. ഇയാളെയും തട്ടി ഉള്ളിക്കരി കൊണ്ട് കളയാ. അങ്ങനെ സത്യമൊത്തറിയാവുന്നൊരുത്തരും ജീവനോടെ പോകേണ്ടി വന്നു.